ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സ്നേഹാധീരരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ആമീൻ. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യന്മാര് വേദനയോടെ രാവും പകലും തള്ളി നീക്കുന്നവരുണ്ട്. നമ്മുടെ വീടകങ്ങളിലുണ്ടാകാം, അയൽവക്കത്തുണ്ടാകാം, കുടുംബങ്ങളിലുണ്ടാകാം. ഇത് കേവലം ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയും ഒരു അനുഭവം, അനുകമ്പ പറയുകയും ചെയ്യേണ്ടവർ മാത്രമല്ല നമ്മൾ, പ്രത്യേകിച്ച് മുസൽമാൻ. ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗികളുണ്ട്. ജോലിക്കിടയിൽ പരിക്കുകൾ പറ്റിയവരുണ്ട്. മരത്തിൽ നിന്ന് വീണവർ, അതുപോലെ പെയിന്റിംഗ് പണിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണവർ, കുഴഞ്ഞു വീണ് ശരീരം ചലനമറ്റ് കിടക്കുന്നവര്, അതുപോലെ ആക്സിഡന്റിൽപ്പെട്ട് മാരകമായ പരിക്ക് പറ്റിയവർ. ഒരുപക്ഷെ ആ അപകടത്തിൽ ചിലരൊക്കെ മരണപ്പെട്ടെങ്കിൽ ആ മരണപ്പെട്ടവരെക്കാൾ, അതിന്റെ വേദനയേക്കാൾ വേദനകൾ ഒരുപക്ഷെ പരിക്ക് പറ്റിയവർ അനുഭവിക്കുന്നുണ്ടാകും. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ, ഒന്ന് ചരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തവർ, മൂത്രം പോവാൻ ട്യൂബിട്ട് അതിന്റെ സഞ്ചിയും താങ്ങി വർഷങ്ങളായി നടക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ആ മലദ്വാരം അടച്ച് സൈഡിലൊരു ബോക്സ് വെച്ചൊരു സഞ്ചി വെച്ച് ആ ബോക്സിലേക്ക് മലം വന്ന് അത് ദിവസവും ആ മലം ബോക്സിൽ നിന്ന് എടുത്ത് വൃത്തിയാക്കി ജീവിതം തള്ളി നീക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒന്ന് പുറത്തേക്ക് പോകാനോ യാത്ര ചെയ്യാനോ കൂട്ടുകുടുംബത്തെ സന്ദർശിക്കാനോ പറ്റാത്ത വിധം വർഷങ്ങളായി ആ രൂപത്തിൽ ജീവിക്കുന്ന, ഈ സഞ്ചിയും പേറി, ഈ മലമൂത്ര വിസർജത്തിന്റെ ബോക്സും പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിൽ ചുറ്റുപാടുമുണ്ട്. മാനസിക രോഗികളുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുണ്ട്. അവരെ നോക്കുന്ന ആ മാതാപിതാക്കള് വല്ലാതെ വിഷമമനുഭവിക്കുന്നവരുണ്ട്. അവര് അതുപോലെ തന്നെ മക്കളാൽ ഒറ്റപ്പെട്ട് വാർദ്ധക്യ സഹജമായ രോഗവും അതിനപ്പുറവും പരിചരിക്കേണ്ടവർ, നോക്കേണ്ടവർ നോക്കാതെ ഒറ്റപ്പെടുത്തുന്ന എത്രയോ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അതിന്റെ മാനസിക വേദനയും അനുഭവിക്കുന്നവരുമുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആശുപത്രിയിൽ പോകാൻ ഒരു മാർഗവുമില്ലാത്ത ആളുകൾ, ഒരിക്കലും നമ്മൾ മറക്കരുത് അവരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്ത് രണ്ടു തരമാണ്. ഒന്ന് ആത്മീയമായ ഇബാദത്ത്, അത് നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയവ. മറ്റത് സാമൂഹിക മാനമുള്ള ഇബാദത്ത്. ഇപ്പൊ നിങ്ങളുടെ സഹോദരനെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഉപകാരം നിങ്ങൾ ചെയ്തിരിക്കണം. അതില് സാമ്പത്തികമായ കാര്യങ്ങളുണ്ടാവാം, പ്രാർത്ഥനയുണ്ടാവാം. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് പൂർണ്ണമായും ചെയ്യണമെന്നാണ് ഒരു മുസൽമാനോട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. നമ്മൾ അങ്ങനെ ഒരാളെ സഹായിക്കുമ്പോൾ, സഹായം ആവശ്യമുള്ള ഒരാളെ സഹായിക്കാൻ നാം തയ്യാറായാൽ, തന്റെ സഹോദരനെ ഒരാൾ സഹായിക്കുന്ന കാര്യത്തിൽ അവൻ ഏർപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സഹായം കൊണ്ട് ആ മനുഷ്യനെ അനുഗ്രഹിക്കുന്നതാണ്. മലക്കുകൾ പോലും അള്ളാഹുവിനോട് പറയുമെന്നാണ് ആ മനുഷ്യനെ പറ്റി, ആ സഹായിക്കുന്ന മനുഷ്യനെ പറ്റി. എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നമ്മൾ നെട്ടോട്ടമോടുമ്പോ, നമ്മുടേതായ ആസ്വാദനങ്ങളിൽ മതിമറന്ന് ജീവിക്കുമ്പോ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനോ അവരുടെ അവസ്ഥകൾ കണ്ടറിയാനോ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട് എന്നത് ഒരു നഗ്നമായ സത്യമാണ്. അവരെ സഹായിക്കുമ്പോ, അവരെ ഒന്ന് കണ്ണീരൊപ്പുമ്പോ, ആ വിശക്കുന്നവനെ വിശപ്പ് അകറ്റുമ്പോ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതയാത്രയില് വ്യത്യസ്തമായ പ്രതിസന്ധി ഘട്ടങ്ങളില് നമുക്ക് സഹായമായി അള്ള വേറൊരാളെ കൊണ്ടുവരുന്ന നാം മറ്റുള്ളവരെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ, അവനെ സഹായിക്കാൻ ആ ബുദ്ധിമുട്ടുകൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ, നമ്മുടെ കുടുംബത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോ അള്ള കൊണ്ടുവരും ഒരാളെ. അത് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ ജീവിതത്തിൽ പല കർമ്മങ്ങൾ നാം സാക്ഷിയാവാറുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും അഫ്ളലായ അമല് ഒരു വിശ്വാസിയെ തന്റെ സഹോദരന് സന്തോഷം നൽകുന്നതാണ്. തന്റെ സഹോദരന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ സന്ദർശനമാവാം, രോഗിയായി കിടക്കുന്ന നമ്മുടെ സഹോദരൻ, നമ്മുടെ ആത്മമിത്രം, നമ്മുടെ അയൽവാസി, നമ്മുടെ സാമീപ്യം, നമ്മുടെ സാന്നിധ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രിയപ്പെട്ട സഹോദരനെ അവിടെ ഒരിക്കലും ഇസ്ലാം കൽപ്പിക്കുകയാണ് ജാതിയോ മതമോ നോക്കാൻ പാടില്ല. മനുഷ്യനാണ്. അള്ളാഹു പറഞ്ഞു, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ ഉണ്ട്, മനുഷ്യൻ, അൽ ഇൻസാൻ, മാനവികതയുടെ, മനുഷ്യനെ ചേർത്ത് വെക്കലാണ് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും ജാതിയോ മതമോ നോക്കാൻ പാടില്ല എന്നാണ്. ആ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് വെക്ക്. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോ നിങ്ങളുടെ വലത് കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റി ഒന്ന് തടവിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്, എന്നൊക്കെ ദുആ ചെയ്തു നോക്കി. അദ്ദേഹത്തിന്റെ മിഴികളിൽ നിന്നാ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ജലനീര് ഒഴുകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കടമുള്ളവരുടെ കടം വീട്ടാൻ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. വിശക്കുന്നവന് ഒരു റൊട്ടിയെങ്കിലും വാങ്ങി കൊടുക്കാൻ നാം ഒന്ന് കണ്ണോടിച്ചാൽ കുറെ ജീവിതങ്ങളെ നമുക്ക് കാണാം. ഞാൻ ഇത് പറയുമ്പോ ആലുവയിലെ എന്റെ നാട്ടുകാരനായ ഒരു അലീക്ക, കുട്ടുമശ്ശേരിക്കാരൻ, അദ്ദേഹം പരിശുദ്ധ റമളാനിന് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങി കൂട്ടുകാരൊത്ത് കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അദ്ദേഹം. ഞാനിത് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അദ്ദേഹത്തെ കാണാൻ ഒരു അമുസ്ലിമായ അമ്മയും മകനും വന്നു. അമുസ്ലിമായ അമ്മയും മകനും. എന്നിട്ട് നമ്മോട് പങ്കുവെക്കൽ എന്താണെന്നറിയോ? കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അന്നം നൽകിയവനാണ് ഈ അലീക്ക. മാത്രവുമല്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഞാനൊരു ഹിന്ദുവാണ്, എന്നിട്ടും എനിക്ക് മാസങ്ങളോളം എനിക്ക് അന്നം നൽകി, താങ്ങും തണലുമായി. അതുപോലെ ഞാൻ രോഗിയാണ്, എന്നിട്ട് ഇന്ന മെഡിക്കൽ ഷോപ്പിൽ എനിക്ക് വേണ്ടി മരുന്ന് അദ്ദേഹം ഒരുക്കി വെച്ചു. മനസ്സിലാക്കണം, എന്നെ ചേർത്ത് വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഇസ്ലാം, ഇതാണ് മാനവികത, ഇതാണ് മനുഷ്യനെ ചേർത്ത് വെക്കണം. അവനാണ് മുസൽമാൻ. അതുപോലത്തെ അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ജ്യേഷ്ഠനും അബ്ബാസ് സാഹിബ്, അദ്ദേഹവും കുഴഞ്ഞു വീണ മരിച്ചത്, രണ്ടുപേരും. ഞാനിത് പറയാൻ കാരണം, യതീമായ എന്നെയൊക്കെയും അദ്ദേഹത്തിന്റെ ഉമ്മയാണ് പലപ്പോഴും അന്നം തന്നു വളർത്തിയിട്ടുണ്ട്. പലപ്പോഴും ആ ഉമ്മയും ഖബറിലാണ്. അള്ളാഹുവേ, അവർക്കും ഖബറില് ഏറ്റവും സൗഖ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. നമ്മളൊക്കെയും ഇസ്ത്രീയിട്ട വസ്ത്രം ധരിച്ച, നമ്മുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ അഴുക്കെങ്കിലും ആകുന്നതിന് ഭയപ്പെട്ട ആ ഇസ്തിരി ചുളിയാതെ നമ്മൾ നടക്കുമ്പോ നമുക്ക് ചുറ്റും ഒരുപാട് ജീവിതങ്ങളെ കാണാം, പച്ചയായ ജീവിതങ്ങളെ. അത് കാണാതെ പോകരുത്. എനിക്ക് നീ നൽകിയ ഔദാര്യം എത്രയാണ് റബ്ബേ എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ എത്ര ആളുകളാണെന്നറിയോ കടം വീട്ടാൻ വേണ്ടി എങ്ങനെ വീട്ടും പടച്ചോനെ എന്ന് ചിന്തയാൽ നടക്കുന്ന എത്രയോ പേരുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത സഹോദരങ്ങളുണ്ട്. നമ്മളൊക്കെയും ആലോചിച്ച് നോക്കണം. ചിലപ്പോ നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കയറും, അവിടെ നമുക്കുള്ള സാമഗ്രികൾ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോ പാവപ്പെട്ടവൻ ചിലപ്പോ പുറത്ത് നോക്കുന്നുണ്ടാവും, അല്ലാഹുവേ, എനിക്കിത് വാങ്ങാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. വലിയ ഹോട്ടലുകളിൽ സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചിലപ്പോ പാവപ്പെട്ടവന്റെ കണ്ണുകൾ നമ്മളിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹുവേ,
ഇതുപോലെയുള്ള വലിയ ഹോട്ടലുകളിൽ നിന്ന് സുഭിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമദാൻ വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കൾക്ക് നല്ല നല്ല പുത്തൻ ഉടുപ്പ് എടുത്തു കൊടുക്കുമ്പോ നമ്മുടെ വീടിന്റെ അടുത്തത് മുസ്ലിം ആവട്ടെ, ഹിന്ദുവാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മനുഷ്യനാണോ, പാവപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ ചേർത്ത് വെക്കണം. നമ്മുടെ മക്കൾക്ക് ഒരു ഉടുപ്പ് എടുത്തു കൊടുക്കുമ്പോ അവർക്കും കൊടുക്കണം. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. അവരെയും ചേർത്ത് വെക്കണം മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ വീട്ടിൽ അലമാരകള് ഡ്രസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെയും സുഭിഷ്ടമായ ഭക്ഷണങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നു പൊരിഞ്ഞ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ, അപ്പോ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വശത്ത്, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ. അങ്ങനെ ഈ 3 പേർക്ക് ഞാൻ രത്നച്ചുരുക്കമാണ് പറയുന്നത്. അവർ 3 പേരും കൂടി ഒരു സഹാബിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതുകയാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ആയത്ത് കൊണ്ട് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം. ആ ഒരു വറ്റിനെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് നല്ലൊരു വെയിലത്ത്, പൊരിഞ്ഞ വെയിലിൽ നടക്കുകയാണ്. നോക്കുമ്പോഴാണ് ഒരു നല്ലൊരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ അടിയിൽ ആ തണൽ കാണുമ്പോ അതുപോലും അള്ളാഹു ചോദിക്കുന്ന. അതുകൊണ്ട് നാളെ എന്റെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? അള്ളാഹു പറയാ സൂറത്തുൽ ബലദ്, ഫലക് തഹമൽ അഖബ. അവർ ആ ചുരം താണ്ടി കടന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഭാഷയാണ്. ആ വലിയ മല അവർ കയറിയിട്ടില്ല. വമാ അദ്റാക മൽ അഖബ. എന്താണ് ആ ചുരം? ഫക്കു റഖബ. സൂറത്തുൽ ബലദ്, ഫക്കു റഖബ. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഇല്ലാതെയാക്കാൻ കഴിയലാണ്. പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഇല്ലാതെയാക്കാൻ കഴിയുന്നതാണ്. ഒരു അടിമയെ മോചിപ്പിക്കലാണ്. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് ഇല്ലാതെയാക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ. പട്ടിണി കിടക്കുന്ന ദിവസം, ആ ദിവസം അറിഞ്ഞ് ആ സമയത്ത് അവർക്ക് അന്നം കൊടുക്കലാണ്. അവസരത്തിന് ആ ആവശ്യത്തിനനുസരിച്ച് നൽകലാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അവസാനിപ്പിച്ചില്ല. എന്താണ് ആ മസ്അബ? പട്ടിണിയിലുള്ള നാളുകളിൽ അവർക്ക് നൽകലാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കൊടുക്കലാണ്. യതീമൻ ദാ മഖ്റബ. ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ? എത്രയോ അപകടങ്ങളുണ്ട്. ആ അപകടങ്ങൾ മരണത്തിൽ മാത്രമല്ല, മറിച്ച് അതിനുശേഷം അനാഥമായ കുടുംബങ്ങൾ എത്രയോ നമ്മുടെ വീടുകളിൽ അയൽപക്കത്തുണ്ട്, ചുറ്റുപാടിലുണ്ട്. നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഇരുചക്ര വാഹനത്തിൽ പോയതാണ് എന്റെ പ്രിയപ്പെട്ട തൊട്ടടുത്തുള്ള മകന്റെ വാപ്പ എന്ന് നമ്മൾക്ക് പറയാറുണ്ട്. പിന്നെ ചേതനയേറ്റ ശരീരമാണ് കാണുന്നത്. ഇങ്ങനെ എത്രയോ പേര്, ഒരുപാട് അനാഥകളുണ്ട്. അവിടെ അന്നമായിരുന്നു ആ പിതാവ്, അവിടെ റിസ്കായിരുന്നു ആ പിതാവ്. പെട്ടെന്ന് ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ എത്രയോ പിതാക്കളുണ്ട്. അവർ അനാഥകളാണ്. ആ ഒരുപാട് അനാഥകളുണ്ട് കുടുംബങ്ങളിൽ. അവർക്ക് ആവശ്യത്തിന് കൊടുക്കലാണ്. ഔ മിസ്കീനൻ ദാ മത്റബ. മണ്ണുപുരണ്ട മിസ്കീൻ, കഷ്ടപ്പെടുന്ന മിസ്കീൻ, പാവപ്പെട്ട മിസ്കീൻ, അവന് ഭക്ഷണം കൊടുക്കലാണ്. സുമ്മകാന മിനല്ലദീന ആമനൂ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. പിന്നീട് വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക. കാരുണ്യം കൊണ്ടുള്ള പ്രവർത്തനമാണ്. നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കും. അതുകൊണ്ട് പാവപ്പെട്ടവനെ ചേർത്ത് വെക്കണം. അവിടെ ഒരിക്കലും ജാതിയോ മതമോ നോക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, എത്രയോ പ്രവാസികളാണ് വളരെ വിഷമത്തോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത്. അല്ലാഹുവേ, അവർക്ക് ശാന്തിയും മനസ്സമാധാനവും നിർഭയത്വവും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോള് ചേർന്ന് സ്നേഹത്തോടെ ഐക്യത്തോടെ
ഒരുമയോടെ സ്വരുമയോടെ ആ തനിമ നിലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഒക്കെയും മനസ്സിന് അള്ളാഹു പാകപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ എന്ത് പെട്ടെന്നാണ് വിട പറഞ്ഞു പോകുന്നത്. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിലെ മുഴുവൻ വ്രതവും ഏറ്റവും നല്ല രൂപത്തിൽ അനുഷ്ഠിക്കാൻ നാം ഏവർക്കും ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل صلاتنا وصيامنا وركوعنا وسجودنا وتلاوتنا وصدقاتنا وزكاتنا. ربنا تقبل دعاء إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم.